കർക്കിടകത്തിന്റെ വറുതി ഒഴിഞ്ഞ് സമ്പൽ സമൃദ്ധിയുടെ ചിങ്ങപ്പുലരിയിലേക്ക് മിഴി തുറന്നപ്പോൾ പുത്തൻ ആശയവുമായി മലയാള മാസത്തെ വരവേൽക്കുകയാണ് അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി. ഓരോ വീട്ടിലും മലയാളം എന്ന പദ്ധതിയുമായി കൊച്ചിയിൽ അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുന്നത്. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും ദുരിതം നിറഞ്ഞ കർക്കിടക മാസത്തിലെ കറുത്ത കാർമേഘങ്ങൾ നീങ്ങി മലയാളികൾ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുകയാണ്. പുത്തൻ പ്രതീക്ഷകളുമായി വീണ്ടും ഒരു മലയാള പുതുവർഷം പിറക്കുമ്പോൾ നൂതന ആശയവുമായി പുതുതലമുറയെ മലയാള ഭാഷയോട് ചേർത്ത് നിർത്തുകയാണ് കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി. സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവകാലത്തിൻ്റെയും തുടക്കം കൂടിയായ ചിങ്ങം ഒന്നിനെ വായനയുടെ കൂടി ഉത്സവമാക്കി മാറ്റുകയാണിവർ. മഹാഗുരുവിനൊപ്പം കുട്ടികളും ഓരോ വീട്ടിലും മലയാളം എന്ന ആശയവുമായാണ് പുസ്തകോത്സവ സമിതി ചിങ്ങം ഒന്നിനെ വരവേൽക്കുന്നത്. കൊച്ചിയിലെ 10ഓളം വിദ്യാലയങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്താണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മലയാളത്തിൻ്റെ മഹാഗുരു പ്രൊഫസർ MK സാനുമാഷിൻ്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ കുട്ടികൾക്ക് സാനുമാസ്റ്റർ പുസ്തകങ്ങൾ വിതരണം ചെയ്തു. പുതിയ തലമുറയിലെ കുട്ടികളുടെ മനസ്സിൽ ഭാഷാസ്നേഹം ഒരു ഭദ്രദീപം പോലെ കത്തി നിൽക്കേണ്ട ഒന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഭാഷാസ്നേഹം ഒരു ഭദ്രദീപം പോലെ എന്നും കത്തി നിൽക്കുകയും വേണം. മലയാള ഭാഷയിൽ ഊറ്റം കൊള്ളുന്നവരും ആ പൈതൃകം മനസ്സിലാക്കിക്കൊണ്ട് ഭാവി നിങ്ങളത് പരിരക്ഷിക്കുകയും മലയാള ഭാഷയെ ഇന്ത്യയിൽ ഏറ്റവും സമ്മാന്യമായ ഒരു സ്ഥാനം നിങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷാനിർഭരമായ ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു, ആശംസകളും നേരുന്നു. മാതൃഭാഷയുടെ സംരക്ഷണത്തിന് പുതിയ തലമുറയെ പ്രേരിപ്പിക്കുക, മലയാളത്തെ ഓരോ മലയാളിയും സ്നേഹിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് കേരളത്തിൻ്റെ ഗുരുനാഥൻ്റെ കയ്യിൽ നിന്നും ഇന്നത്തെ ഈ ദിവസം ഈ ഒരു പുരസ്കാരം, പുസ്തകം വായിക്കാനും അറിയുവാനും അറിവിൻ്റെ വളർച്ചയിലേക്ക് കൂടുതൽ യാത്ര ചെയ്യാനും കിട്ടുന്ന ഒരവസരം ലഭിക്കുന്നത് എത്രയോ ധന്യമാണ്. ഇവിടെ എത്തിയ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവും കടപ്പാടും എന്നും ഉണ്ടാകും. അമൃത ന്യൂസ്, കൊച്ചി.